ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് +1 മാത്സിലെ മൂന്നാമത്തെ പാഠമായിട്ടുള്ള ട്രിഗണോമെട്രിയിലെ എല്ലാ ഇക്വേഷൻസും ഒരൊറ്റ വീഡിയോയിലാണ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇച്ചിരി ലെങ്തി ആയിരിക്കും, കാരണം എല്ലാ ഇക്വേഷനും കൂടി വരുന്നുണ്ട്. അപ്പോൾ വീഡിയോ മൊത്തമായിട്ട് കാണുക. ഫസ്റ്റ് നമുക്ക് വരുന്നത് L=r⁻θ. ഇത് ഫിസിക്സിലും നമ്മൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സിൽ പഠിക്കുന്നുണ്ട്. പ്ലെയിൻ ആംഗിളിന്റെ ഇക്വേഷനൊക്കെ വരുമ്പോൾ L=r⁻θ. ഇനി റേഡിയൻ മെഷർ കാണാൻ വേണ്ടിയിട്ട് π/180 ഇൻറ്റു ഡിഗ്രി മെഷർ, അതായത് ഡിഗ്രി മെഷറിനെ π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് റേഡിയൻ മെഷർ കിട്ടും. തിരിച്ച് 180/π ഇൻറ്റു റേഡിയൻ മെഷറിനെ 180/π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഡിഗ്രി മെഷറും കിട്ടും. ഇനി നമ്മൾ അടുത്ത ഇക്വേഷനാണ് cos²x + sin²x = 1. അപ്പോൾ അതിൽ നിന്ന് മാറ്റങ്ങൾ വരുത്താം. cos²x = 1 - sin²x, പിന്നെ അങ്ങനെ ഓരോ മാറ്റങ്ങൾ അതിൽ വരുത്താം. പിന്നെയുള്ള ഇക്വേഷനാണ് 1 + tan²x = sec²x. അതിൽ നിന്ന് sec²x - tan²x = 1. അങ്ങനെ ഒരു ഇക്വേഷൻ തന്നെ ഇതിന് 3 എണ്ണം ഉണ്ടാക്കും. ഇപ്പോൾ ഒരെണ്ണമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. 1 + cot²x = cosec²x അടുത്ത ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ആ ഭാഗത്ത് നിന്ന് വരുന്ന ഇക്വേഷൻ. പിന്നെ നെഗറ്റീവ്സ്, ഇപ്പോൾ sin - x, cos - x, tan - x, cosec - x, sec - x, cot - x. ഓക്കെ, അപ്പോൾ എഴുതുമ്പോൾ കോസും സീക്കും മാത്രമേ അവർ തെറ്റൊക്കെ മറക്കത്തുള്ളൂ. അപ്പോൾ അവർ രണ്ടുപേരും പോസിറ്റീവായിട്ടിരിക്കും. ബാക്കി എല്ലാവരോടും തെറ്റ് ചെയ്താൽ അവരത് പുറമേ കാണിക്കും. സോ മൈനസ് സൈൻ പുറത്തിട്ട് കൊടുക്കുക. അപ്പോൾ നേരത്തെ കാണിച്ച ഇക്വേഷൻ ഒന്നുകൂടി ഒന്ന് തിരുത്തി എഴുതാമെന്ന് വെച്ചു. ഇത് sin²x = 1 - cos²x. ഓക്കെ, കൊസീക്ക് സീക്ക് കോട്ട എന്താണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഈ 3 ഫംഗ്ഷന്റെ റെസിപ്രോക്കൽസ് ഇൻവേഴ്സുകളാണ് ഇത് 3 എണ്ണം. ഓക്കെ, അപ്പോൾ അത് തന്നിട്ടുണ്ട്. ഇനി ബാക്കി എഴുതാം. 1 + cot²x = cosec²x. അപ്പോൾ cosec²x - 1 = cot²x, 1 = cosec²x - cot²x. 1 + tan²x = sec²x തന്നിട്ടുണ്ട്. അതിൽ നിന്ന് പ്രിപ്പയർ ചെയ്യുക. sec²x - tan²x = 1 ആൻഡ് sec²x - 1 = tan²x. ഇപ്പോൾ 9 ഇക്വേഷൻ ആ 3 എണ്ണത്തിൽ നിന്ന് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു. ഇനി വരുന്നത് കോസിന്റെ അഡീഷനും സബ്ട്രാക്ഷനും. അത് ചെയ്യാം. cos x + y = ഇത് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കോസ് ഇൻട്രോവേർട്ടും ആണ് ലയറും ആണ്. വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞാൽ കോസിന്റെ ആളുകളെ മാത്രമേ കൂട്ടത്തുള്ളൂ. ലയർ എന്ന് പറയുമ്പോഴേക്കും നേരെ ഓപ്പോസിറ്റ്, നുണയാണ്, വ്യാജമാണ് കാണിക്കുക. ഓക്കെ, അപ്പം അതെങ്ങനെ വരും? cos x cos y - sin x sin y. ഓക്കെ, ഇനി സബ്ട്രാക്ഷൻ വന്നു. cos x - y = cos x cos y പ്ലസ് sin x sin y. ഓക്കെ, നേരെ ഓപ്പോസിറ്റ്. sin x + y = sin x cos y പ്ലസ് sin y cos x. sin എന്ന് പറയുമ്പോഴേക്കും എക്സ്ട്രോവേർട്ട് ആണ്, ട്രസ്റ്റ് വർത്തി ആണ്. ഓക്കെ, അപ്പോൾ ഫംഗ്ഷൻ അതുപോലെ, മീൻസ് സൈൻ അതുപോലെ തന്നെ കിടക്കും. sin x - y = the same sin x cos y sin y cos x. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്നു. ഇനി ടാനിൻ്റെ അഡീഷനും സബ്ട്രാക്ഷനും, കോട്ടിൻ്റെ അഡീഷനും സബ്ട്രാക്ഷനും. ടാനിൻ്റെ അഡീഷൻ tan x + tan y / 1 - tan x tan y. ടാനിൻ്റെ സബ്ട്രാക്ഷൻ tan x - y = tan x - tan y / 1 + tan x tan y. ട്രിക്കൊന്നുമില്ല. ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇവിടെ പ്ലസ്, രണ്ടും കൂടി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിക്ക് സങ്കല്പിച്ച് പ്ലസ്, ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇവിടെ മൈനസ്, ഇവിടെ മൈനസ് ആണെങ്കിൽ ഇവിടെ പ്ലസ്. ആ ഒരു രീതിയാണ് ഇവിടെ നിന്ന് ഒരു ട്രിക്ക് പോലെ ഓർത്തിരിക്കാം എന്ന് മാത്രം. നമുക്ക് ഇനി ഒരെണ്ണമുണ്ട്. കോട്ട്
എക്സ് പ്ലസ് വൈ ഈക്വൽ ടു കോട്ട് എക്സ് കോട്ട് വൈ മൈനസ് 1 ബൈ കോട്ട് എക്സ് പ്ലസ് കോട്ട് വൈ. ഓക്കെ, അപ്പോൾ അതായി. ഇനി അടുത്തത് കോട്ടിൻ്റെ സബ്ട്രാക്ഷൻ. കോട്ട് എക്സ് മൈനസ് വൈ ഈക്വൽ ടു കോട്ട് എക്സ് കോട്ട് വൈ പ്ലസ് 1 ബൈ കോട്ട് വൈ പ്ലസ് കോട്ട് എക്സ്. ഇനി അടുത്തത് കോസ് ടു എക്സിൻ്റെ 4 ഇക്വേഷനാണ്. അത് 4 പഠിച്ചു വെക്കണം. ഫസ്റ്റ് 1 കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ്, രണ്ടാമത്തത് 2 കോസ് സ്ക്വയർ എക്സ് മൈനസ് 1, പിന്നത്തത് 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ്, പിന്നെ ഉള്ളത് 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ്. ഓക്കെ, അതുപോലെ തന്നെ സൈൻ 2എക്സിൻ്റെ വരുമ്പോഴേക്ക് 2 ഇക്വേഷനുകൾ 2 സൈൻ എക്സ് കോസ് എക്സ്. ഈ ഇക്വേഷൻ നമ്മൾ ഫിസിക്സിൽ പ്രൊജക്ടൈൽ മോഷൻ ഉപയോഗിക്കുന്നതാണ്. സൈൻ 2 തീറ്റ എന്ന് പറഞ്ഞിട്ട് എടുക്കുന്നതാണ്. അപ്പോൾ അത് ആലോചിക്കുക. ഓൾസോ 2 ടാൻ എക്സ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ്. ഇനി ടാൻ 2എക്സിന് ഒരു ഇക്വേഷൻ മാത്രമേ ഉള്ളൂ. 2 ടാൻ എക്സ് ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ്. സൈൻ 2എക്സിൻ്റെ ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇവിടെ മൈനസ് എന്നുള്ള കാര്യം മാത്രം അവിടെ നിന്ന് നോക്കിയാലും മതി. ഓക്കെ, ഇനി വരുന്നത് കോസിൻ്റെയും സൈൻ്റെയൊക്കെ അഡീഷൻസ് തന്നെയാണ്. കോസ് എക്സ് പ്ലസ് വൈ പ്ലസ് കോസ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു 2 കോസ് എക്സ് കോസ് വൈ. കോസ് എക്സ് പ്ലസ് വൈ മൈനസ് കോസ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു മൈനസ് 2 സൈൻ എക്സ് സൈൻ വൈ. സൈൻ എക്സ് പ്ലസ് വൈ പ്ലസ് സൈൻ എക്സ് മൈനസ് വൈ ഈക്വൽ ടു 2 സൈൻ എക്സ് കോസ് വൈ. സൈൻ എക്സ് പ്ലസ് വൈ മൈനസ് സൈൻ എക്സ് മൈനസ് വൈ ഈക്വൽ ടു 2 കോസ് എക്സ് സൈൻ വൈ. ഈ 4 നോക്കുക. ശേഷം വരുന്ന നോക്കുക. സൈൻ എക്സ് പ്ലസ് സൈൻ വൈ ഈക്വൽ ടു 2 സൈൻ എക്സ് പ്ലസ് വൈ ബൈ 2 കോസ് എക്സ് മൈനസ് വൈ ബൈ 2. ഇനി സൈൻ എക്സ് മൈനസ് സൈൻ വൈ ഈക്വൽ ടു 2 കോസ് എക്സ് പ്ലസ് വൈ ബൈ 2 സൈൻ എക്സ് മൈനസ് വൈ ബൈ 2. കോസ് എക്സ് പ്ലസ് കോസ് വൈ ഈക്വൽ ടു 2 കോസ് എക്സ് പ്ലസ് വൈ ബൈ 2 കോസ് എക്സ് മൈനസ് വൈ ബൈ 2. കോസ് എക്സ് മൈനസ് കോസ് വൈ ഈക്വൽ ടു മൈനസ് 2 സൈൻ എക്സ് പ്ലസ് വൈ ബൈ 2 സൈൻ എക്സ് മൈനസ് വൈ ബൈ 2. ഇപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, മുമ്പിൽ എല്ലായിടത്തും 2 ആണ്, ഇവിടെ എല്ലായിടത്തും എക്സ് പ്ലസ് വൈ ബൈ 2 ഉണ്ട്, ഇവിടെ എക്സ് മൈനസ് വൈ ബൈ 2 ഉണ്ട് എന്നുള്ള കാര്യം അവിടെ ഓർത്ത് വയ്ക്കാവുന്നത് ഉപകാരപ്രദമാവും. ഇനി സൈൻ 3x കോസ് 3x ടാൻ 3xന്റെ 3ന്റെ ഇക്വേഷൻ എഴുതാം. സൈൻ 3x ഈക്വൽ ടു 3 സൈൻ എക്സ് മൈനസ് 4 സൈൻ ക്യൂബ് എക്സ്. കോസ് 3x ഈക്വൽ ടു 4 കോസ് ക്യൂബ് എക്സ് മൈനസ് 3 കോസ് എക്സ്. ടാൻ 3x ഈക്വൽ ടു 3 ടാൻ എക്സ് മൈനസ് ടാൻ ക്യൂബ് എക്സ് ബൈ 1 മൈനസ് 3 ടാൻ സ്ക്വയർ എക്സ്. ഓക്കെ, അപ്പം അത്ര എഴുതുക. ഒരു റൊട്ടേഷൻ എന്ന് പറയുമ്പോഴേക്കും 2π ആണ്. ആൻഡ് സൈൻ എൻ പൈ എന്ന് പറയുന്നത് 0 ആയിരിക്കും. സൈൻ്റെ പൈ മൾട്ടിപ്പിൾസ് എല്ലാം 0 ആയിരിക്കും. അതുപോലെ കോസ് 2n+1 പൈ ബൈ 2 അതും 0 ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് വേറൊരു റൂളുണ്ട്. സൈൻ എക്സ് എന്ന് പറയുന്നത് സൈൻ വൈക്ക് ഈക്വൽ ആയാൽ എക്സ് ഈക്വൽ ടു എൻ പൈ പ്ലസ് -1 ഹോൾ റൈസ് ടു n/. കോസ് എക്സ് കോസ് വൈനോട് ഈക്വൽ ആയാൽ എക്സ് എന്ന് പറയുന്നത് 2nπ പ്ലസ് ഓർ -5. ടാൻ എക്സ് എന്ന് പറയുന്നത് ടാൻ വൈക്ക് ഈക്വൽ ആയാൽ എക്സ് എന്ന് പറയുന്നത് nπ പ്ലസ് വൈ വേറെ n ബിലോങ്സ് ടു z. ഓക്കെ, ഇൻറ്റിജർ ആയിരിക്കും. ഇനി ഗ്രാഫ്സ് ഒന്ന് നോക്കാം. സൈനിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. ഓക്കെ, 0ൽ നിന്ന് 1ലേക്ക് എന്നുള്ള രീതിക്ക് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ്. ഇനി കോസ് എക്സിൻ്റെ വരുമ്പോഴേക്കും ഇങ്ങനെ വരും. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു
കോസ് എക്സ്. അപ്പോൾ നമുക്ക് ട്രിഗണോമെട്രിയിൽ 2 തരത്തിലാണ് സൊല്യൂഷൻസ് വരുന്നത്, പ്രിൻസിപ്പൽ സൊല്യൂഷനും ജനറൽ സൊല്യൂഷനും. പ്രിൻസിപ്പൽ സൊല്യൂഷന് 2 വാല്യൂ സൊല്യൂഷൻ ഉണ്ടാകും, ജനറൽ സൊല്യൂഷന് 1 സൊല്യൂഷൻ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ അതൊന്ന് നോക്കാം. കോസ് എക്സ് ഈക്വൽ ടു ഹാഫ്. അപ്പോൾ കോസ് 60 ആണ് ഹാഫ്. അപ്പോൾ എക്സ് ഈക്വൽ ടു π/3. അപ്പോൾ എക്സ് ഈക്വൽ ടു 2n പ്ലസ് n π പ്ലസ് ഓർ മൈനസ് π/3. അതാണ് അതിൻ്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി സൈൻ എക്സ് ഈക്വൽ ടു √3/2 തന്നു. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് നമുക്ക് ഗസ് ചെയ്യാം π/3 അറ്റ് ക്വാഡ്രന്റ് 1. ഓക്കെ, ഇനി ഏത് ക്വാഡ്രന്റിലാണ് സൈൻ പോസിറ്റീവ് ആവുക? ASTC സെക്കൻഡ് ക്വാഡ്രന്റിൽ. അപ്പോൾ Q2 സൈൻ പോസിറ്റീവ് ആണ്. അപ്പോൾ സൈൻ പൈയിൽ നിന്ന് ഈ π/3 കുറയ്ക്കുക. എത്തിട്ടും സൈൻ 2π/3, അതും √3/2 ആണ്. അപ്പോൾ സൈൻ എക്സ് √3/2 ആകണമെങ്കിൽ π/3 വരാം, 2π/3 വരാം. അതാണ് ജനറൽ സൊല്യൂഷനും പ്രിൻസിപ്പൽ സൊല്യൂഷനും. ഓക്കെ, ഇനി ഇവിടെ നിന്ന് വരുന്ന ഒരു ടോപ്പിക്കാണ് ഫങ്ഷൻ ചേഞ്ചിങ്. അതായത് ഒരു ഫങ്ഷൻ തന്നു സൈൻ, അതിൽ പൈയോ 2πയോ 3πയോ, അതായത് പൈക്ക് നാച്ചുറൽ നമ്പർ മൾട്ടിപ്പിൾസ് വന്നാൽ അതിന് ചേഞ്ച് ഒന്നും വരില്ല. അതേസമയം പൈൻ്റെ ഒപ്പം ഒരു ഫ്രാക്ഷൻ പോലെയാണ് വരുന്നതെങ്കിൽ അതിൻ്റെ ചേഞ്ചസ് ആണ് ഇനി പറയാൻ പോകുന്നത്. സൈൻ എന്ന് പറയുന്നത് കോസ് ആകും, ടാൻ എന്ന് പറയുന്നത് കോട്ടാകും, കൊസീക്ക് എന്ന് പറയുന്നത് സീക്ക് ആകും. ഓക്കെ, അപ്പം അത് ഒരു ഇക്വിലിബ്രിയം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി വരും. അപ്പം അതിൻ്റെ എക്സസൈസസ് നമുക്ക് ചെയ്യാം. ഇവിടെ ഒരു ടിപ്പ് ശ്രദ്ധിക്കാവുന്നതാണ്. അതായത് നമുക്ക് 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി, 45 ഡിഗ്രി, 180 ഡിഗ്രി, 270 ഡിഗ്രി, 0 ഡിഗ്രി, 360 ഡിഗ്രി, ആ സമയത്തൊക്കെയുള്ള സൈൻ കോസ്റ്റാൻ എങ്ങനെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം എന്നുള്ള ഒരു ട്രിക്ക് അത് മുൻപ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അതായത് ജസ്റ്റ് ഒരു പ്ലസ് പോലെ വരയ്ക്കുക, എന്നിട്ട് ആംഗിൾസ് മാർക്ക് ചെയ്യുക. അവിടെ ഇവിടുത്തെ ആംഗിൾസ് പറ്റില്ല, 30, 45 പറ്റില്ല, അല്ലാണ്ട് 90യുടെ മൾട്ടിപ്പിൾസ് ആയിട്ടുള്ള എല്ലാം പറ്റും. അതിൻ്റെ കോർഡിനേറ്റ്സ് എഴുതുക. 1 0 -1 0 0 1 0 -1. അപ്പോൾ ഇത് 0 360, ഇത് 90, ഇത് 180, ഇത് 270. ഓക്കെ, അപ്പം നമ്മൾ ഒരു ആംഗിളിൻ്റെ ചോദിക്കുകയാണെങ്കിൽ ഇതിൽ ആദ്യം കിടക്കുന്നത് അതിൻ്റെ കോസും രണ്ടാമത് കിടക്കുന്നത് അതിൻ്റെ സൈനും ആയിരിക്കും. അങ്ങനെ സൈനും കോസും കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ടാൻ എടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നെ ASTC എന്നുള്ളതും ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഓൾ പോസിറ്റീവ്, സൈൻ പോസിറ്റീവ്, സൈനിൻ്റെ ഇൻവേഴ്സും പോസിറ്റീവാണ്, ടാൻ പോസിറ്റീവ്, ടാനിൻ്റെ ഇൻവേഴ്സും പോസിറ്റീവാണ്, കോസിൻ്റെ ഇൻവേഴ്സും പോസിറ്റീവാണ്. അപ്പോൾ ബാക്കിയെല്ലാം അവിടെ എല്ലാം നെഗറ്റീവ് ആയിരിക്കും. പിന്നെ ഇവിടെ നിന്ന് ട്രയാംഗിളിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാറുണ്ട്. കോസ് എക്സ് ഈക്വൽ ടു -3/5 ആൻഡ് ലൈസ് ഇൻ ദ തേർഡ് ക്വാഡ്രന്റ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ട്രയാംഗിൾ വരച്ച് എല്ലാ ഫംഗ്ഷൻ്റെയും വാല്യൂസ് എഴുതുക. തേർഡ് ക്വാഡ്രന്റിൽ ടാൻ ആണ് പോസിറ്റീവ്, അല്ലാത്ത എല്ലാത്തിനും നെഗറ്റീവ് കൊടുക്കുക. ടാനും ടാനിൻ്റെ ഇൻവേഴ്സിന് പോസിറ്റീവ് കൊടുക്കുക, അല്ലാത്ത എല്ലാത്തിനും നെഗറ്റീവ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഫംഗ്ഷൻ ചേഞ്ചിൻ്റെ സംഭവത്തിലോട്ട് പോകാം. അത് കുറച്ചധികം ഉണ്ട്, അപ്പോൾ ഒന്ന് എല്ലാം എഴുതുന്നുണ്ട്. സൈൻ π/2 - x ഈക്വൽ ടു കോസ് എക്സ്, കോസ് π/2 - x ഈക്വൽ ടു സൈൻ എക്സ്, ടാൻ π/2 - x ഈക്വൽ ടു കോട്ട് എക്സ്, കോട്ട് π/2 - x ഈക്വൽ ടു ടാൻ എക്സ്, സീക്ക് π/2 - x ഈക്വൽ ടു കൊസീക്ക് എക്സ്, കൊസീക്ക് π/2 - x ഈക്വൽ ടു സീക്ക് എക്സ്. ഓക്കെ, ഇത് 6 അങ്ങനെ 8 സെറ്റ് വരും. ഓക്കെ, പിന്നെ അതുപോലെ സൈൻ π/2 + x ഈക്വൽ ടു കോസ് എക്സ്, കോസ് π/2 + x ഈക്വൽ ടു -sin എക്സ്, ടാൻ π/2 + x ഈക്വൽ ടു -cot എക്സ്, കോട്ട് π/2 + x ഈക്വൽ ടു -tan എക്സ്, സീക്ക് π/2 + x ഈക്വൽ ടു -cosec എക്സ്, കൊസീക്ക് π/2 + x ഈക്വൽ ടു സീക്ക് എക്സ്. അപ്പോൾ ഇത് എഴുതുന്നത് എങ്ങനെയാണെന്ന് ജസ്റ്റ് പറയേണ്ടതില്ല. π/2 ഫ്രാക്ഷൻ വന്നു, അപ്പോൾ ഈ ഫംഗ്ഷൻ നേരെ ഓപ്പോസിറ്റ് ആകും. ഓക്കെ, അപ്പോൾ അതാണ് സംഭവം. അത് ഈ ഒരു സംഭവം ഞാൻ തന്നിട്ടുണ്ട്, അത് വെച്ചിട്ട് നോക്കുക.
ഓക്കെ, പൈ ആണെങ്കിൽ മാറ്റമൊന്നും വേണ്ട, അതേ ഫംഗ്ഷൻ തന്നെ അവിടെ ഇടുക. π/2, 3π/2, 5π/2 അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും ഫംഗ്ഷൻ നേരെ ഓപ്പോസിറ്റ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് എക്സിന് വാല്യൂസ് ഇടുക. ഓക്കെ, അങ്ങനെയാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത് കഴിഞ്ഞ് നമുക്ക് അടുത്ത ഇതിൻ്റെ തന്നെ കണ്ടിന്യൂവേഷൻ ചെയ്യാം. sin 3π/2 പ്ലസ് എക്സ് ഈക്വൽ ടു കോസ് 3π/2 പ്ലസ് എക്സ് ഈക്വൽ ടു tan 3π/2 പ്ലസ് എക്സ് ഈക്വൽ ടു cot 3π/2 പ്ലസ് എക്സ് ഈക്വൽ ടു sec 3π/2 പ്ലസ് എക്സ് ഈക്വൽ ടു cosec 3π/2 പ്ലസ് എക്സ് ഈക്വൽ ടു മൈനസ് sec x cosec x മൈനസ് tan x മൈനസ് cot x sin x മൈനസ് cos x. ഓക്കെ, ഇങ്ങനെയാണ് അതിൻ്റെ വാല്യൂസ് വരിക. ഇനി 3π കുറയ്ക്കുന്നു, എക്സ് എന്നുള്ള ആംഗിൾ കുറയ്ക്കുന്നു. നമുക്കിതിൻ്റെ വാല്യൂസ് എഴുതാം. മൈനസ് sec x മൈനസ് cosec x, CSC എന്ന് പറഞ്ഞാൽ കൊസീക് എന്നുള്ളതൊന്ന് ഷോർട്ടാക്കി എഴുതിയതാണ്. tan x cot x മൈനസ് sin x മൈനസ് cos x. ഓക്കെ, അപ്പോൾ നമ്മുടെ 4 × 6 24 എണ്ണം കഴിഞ്ഞിട്ടുണ്ട്. ഇതേ കണക്ക് തന്നെ നമുക്കും 24 എണ്ണം കൂടി എക്സ്ട്രാ വരുന്നുണ്ട്. അതും കൂടി ഒന്ന് എഴുതി നോക്കാം. sin π പ്ലസ് എക്സ് കോസ് π പ്ലസ് എക്സ് tan π പ്ലസ് എക്സ് cosec π പ്ലസ് എക്സ് sec π പ്ലസ് എക്സ് cot π പ്ലസ് എക്സ് ഈക്വൽ ടു എല്ലാത്തിനും ഈക്വൽ ടു ഇടുക. എന്നിട്ട് നിരത്തി പിടിച്ച് വാല്യൂസ് എഴുതുക. മൈനസ് sin x മൈനസ് cos x tan x മൈനസ് cosec x മൈനസ് sec x cot x. ഇനി അടുത്ത് എഴുതുക. sin π മൈനസ് എക്സ് കോസ് π മൈനസ് എക്സ് tan π മൈനസ് എക്സ് cosec π മൈനസ് എക്സ് sec π മൈനസ് എക്സ് cot π മൈനസ് എക്സ്. എന്നിട്ട് നേരത്തെ പിടിച്ചതിൻ്റെ വാല്യൂസ് എഴുതുക. sin x മൈനസ് cos x മൈനസ് tan x cosec x മൈനസ് sec x മൈനസ് cot x. ഓക്കെ, ഇനി അടുത്തത് എഴുതാം. sin 2π പ്ലസ് എക്സ് കോസ് 2π പ്ലസ് എക്സ് tan 2π പ്ലസ് എക്സ് cosec 2π പ്ലസ് എക്സ് sec 2π പ്ലസ് എക്സ് cot 2π പ്ലസ് എക്സ്. ഓക്കെ, അപ്പോൾ വാല്യൂസ് എഴുതുക. ഇവിടെ എല്ലാം പോസിറ്റീവാണ്. കാര്യം 2π വന്നു പ്ലസ് എക്സ്. ഓക്കെ, അത് 360 ഡിഗ്രി റൊട്ടേഷൻ കഴിഞ്ഞ് വരുന്നതാണ്. അപ്പോൾ എല്ലാ ഫംഗ്ഷനും ഇവിടെ പോസിറ്റീവാണ്. അല്ലെങ്കിലും വരും. കാര്യം 2π നോ ചേഞ്ച്. tan x cosec x sec x cot x. ഇനി ഒരു 6 സെറ്റും കൂടിയുള്ളൂ. അത് കഴിഞ്ഞാൽ ഈ ഭാഗത്തു നിന്നുള്ളത് കഴിയും. sin 2π മൈനസ് എക്സ് കോസ് 2π മൈനസ് എക്സ് tan 2π മൈനസ് എക്സ് cosec 2π മൈനസ് എക്സ് sec 2π മൈനസ് എക്സ് cot 2π മൈനസ് എക്സ്. ഓക്കെ, അതിൻ്റെ വാല്യൂസ് എഴുതാം. മൈനസ് sin x cos x മൈനസ് tan x മൈനസ് cosec x sec x മൈനസ് cot x. നേരത്തെ ചെയ്ത കോസിൻ്റെയും സൈനിൻ്റെയൊക്കെ അഡീഷൻ, അത് cos x പ്ലസ് വൈ പ്ലസ് cos x മൈനസ് വൈ, cos x പ്ലസ് വൈ മൈനസ് cos x മൈനസ് വൈ, sin x പ്ലസ് വൈ പ്ലസ് sin x മൈനസ് വൈ, sin x പ്ലസ് വൈ മൈനസ് sin x മൈനസ് വൈ ഈക്വൽ ടു എന്ന് പറഞ്ഞ് നമ്മളൊരു 4 വാല്യൂസ് എഴുതിയിട്ടുണ്ടായി. അത് നേരെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക്
ജസ്റ്റ് ഷിഫ്റ്റ് ചെയ്തും ഇക്വേഷൻസ് വരാം. അപ്പോഴും ഓർക്കുക, നമ്മൾ ബേസ് ആയിട്ട് 4 ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. അത് തന്നെ ഒന്ന് ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് റൈറ്റ് ഹാൻഡ് സൈഡിലോട്ടും റൈറ്റ് ഹാൻഡ് സൈഡ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ടും ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് ഇട്ടു എന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇക്വേഷന് മാറ്റമില്ല. അപ്പോൾ അങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഇക്വേഷൻ്റെ കാര്യം ഓർക്കുക. അപ്പോൾ അത്ര ഇക്വേഷൻസ് ആണ് നമുക്ക് ഈ ഭാഗത്തു നിന്ന് വരുന്നത്. ഈ ചാപ്റ്ററിലുള്ള എല്ലാ ഇക്വേഷൻസും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. താങ്ക് യു.